നമ്മളിപ്പോ കൊച്ചിയിലാണ്, മൂന്നാമത്തെ നിലയുടെ മുകളിലാണ്. 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ചൂട് കുറയ്ക്കും. ഇത് 20 രൂപ വരെ ഉള്ളൂ. അത്രേ ഉള്ളൂ. തൊട്ട് നോക്കാം, കിടക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറയുന്നത് ഈ മൗത്തില് ഇത് വെച്ച് നോക്കാം, നമുക്ക് ചൂട് എഫക്റ്റീവ് ആവില്ല. ഞാൻ പറയുന്നത് ഈ സമയത്ത് കേട്ടോ. ഞാൻ മാത്രമല്ല, ഇത്രയും പേരും ചെരുപ്പില്ലാതെ നടക്കുന്നത്. അല്ല, കാല് പൊള്ളത്തില്ലേ? അവരോട് തന്നെ ചോദിച്ചു നോക്കിയേ, നമ്മൾ ഈ ചെരുപ്പില്ലാതെ ഇവിടെ നടന്നിട്ട് കാല് പൊള്ളുന്നുണ്ടോ? ഇല്ല, ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ നടന്നിട്ട് ഒരു കുഴപ്പമില്ല. എന്തേലും ഉണ്ടോ? ഇല്ല, നല്ല കൂളിംഗ് ആയിട്ടാ ചെരുപ്പില്ലാതെ നിൽക്കുന്നത്. കൂളിംഗ് അല്ലയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല കൂളിംഗാ. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കൂളിംഗ് വരാൻ കാരണം എന്താന്നുള്ളൊരു സാധനം നമുക്ക് പരിചയപ്പെടാം. പ്രജനെ, സെയിം സ്ഥലം തന്നെ, ഇത് അടിക്കാത്ത സ്ഥലമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ടല്ലയോ? ഉണ്ട്. ശരിക്കും അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്നത്. നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. സാറേ, ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. കാരണം ഒന്ന് ഇതിന്റെ തിളക്കം, രണ്ടാമത് ഈ വെളിയിൽ നിന്നുള്ള ആ ചൂട്. സന്തോഷം പറഞ്ഞില്ലേ, കറക്റ്റ് ആണ്. എനിക്ക് പോലും കണ്ണ് തുറക്കാൻ പറ്റില്ല, അത്രയും റിഫ്ലക്ഷൻ ആണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. അതായത് കേരള പെയിന്റിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രൊഡക്റ്റ് ആണ് കൂൾ കോട്ട്. ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് തെർമോ റെസിസ്റ്റന്റ് റൂഫിംഗ് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ചൂട് കുറയ്ക്കും. സന്തോഷമായിട്ട് ഈ ഉച്ച സമയത്ത് ചെരുപ്പിടാണ്ട് ഇവിടെ നിൽക്കണില്ലേ? ഞാനും ചെരുപ്പിടാണ്ട് നിൽക്കാം, എത്ര നേരം വേണമെന്ന് വെച്ചാൽ നിൽക്കാം. ഇത് കൊച്ചിയിലാണ്. മെയിനായിട്ട് നമുക്കൊരു കാര്യം പറയാം. ശരിക്കും ഈ ഒരു ഉച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ 1 മണിക്കോ 12 മണിക്കോ 2 മണിക്കോ അവർക്ക് ഇവിടെ വന്നാൽ ആർക്ക് വേണമെങ്കിലും വന്ന് നിൽക്കാം. എവിടെ ആർക്ക് വേണമെങ്കിലും വരാം. ഇത് പില്ലർ നമ്പർ 559 ആണ്. അതായത് കലൂര് സ്റ്റേഡിയത്തിന്റെ അടുത്ത് പില്ലർ നമ്പർ 559ന്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഈ ബിൽഡിംഗിൽ ആർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഇവിടെ പരിശോധിക്കാം. എത്ര നേരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാം. അത്രയും പെർഫെക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ്. കാരണം 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ചൂട് കുറയുന്ന പറയുന്നത് വെറുതെ അല്ല. തന്നെയല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പെയിന്റ് അടിക്കാൻ നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് 20 രൂപയിൽ മുകളിൽ വരും. ഇത് 20 രൂപ വരെ ഉള്ളൂ. അത്രേ ഉള്ളൂ. 20 രൂപ വരും. ഒരു സ്ക്വയർ ഫീറ്റ് പെയിന്റ് അടിക്കാൻ 20 രൂപ മതി. ഞാൻ കൈ ഇങ്ങനെ വെച്ച് നോക്കി. നമ്മളിപ്പോ കണ്ടായിരുന്നത് ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ ഒരു സൈഡ് അടിച്ചിട്ടില്ല, ഒരു സൈഡ് അടിച്ചേക്കുവാണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വരുന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. എന്താ സംശയം? ആർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പം ഇത് മാത്രമല്ല, നമുക്കിപ്പോ മഴക്കാലത്ത് ഇത് എന്തുമായിരിക്കും, എങ്ങനെ ആയിരിക്കും? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഈ ടെക്നോളജിയുടെ പ്രത്യേകത മാത്രമാണ്. അല്ലാണ്ട് കേരള പെയിന്റിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഈ ടെക്നോളജിയാണ്. കാരണം കേരള പെയിന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പോയ്സൺ ഫ്രീ പെയിന്റ് ആണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും പോയ്സൺ ഫ്രീ പെയിന്റ് ആണ്. ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഭയങ്കര കൺസേൺ ആണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും പോയ്സൺ ഫ്രീ പെയിന്റ് ആണ്. ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇത് വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ഇത്രയും ചൂട് വരുന്ന സമയത്ത് നമ്മുടെ ടെറസ് ഉണ്ടല്ലോ, ടെറസ് വിണ്ടും. അപ്പൊ ക്രാക്ക് വരും. ഈ ക്രാക്കിന്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം ഇറങ്ങുന്നത്. അപ്പൊ വേനൽക്കാലത്ത് ഇത് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ചൂട് കുറയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലത്ത് ഈ വിള്ളൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ വെള്ളം താഴത്തേക്ക് ഇറങ്ങില്ല. വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ രണ്ടിനും, അതായത് ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 12 മാസത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു AC വെക്കാന്ന് വിചാരിക്കും. നോർമലി ഇപ്പൊ സന്തോഷമായിട്ട് ഇങ്ങനെ വെച്ചില്ലേ, നിൽക്കാൻ പറ്റാത്തതാണ്. കാരണം റിഫ്ലക്ഷൻ ആണ്, അല്ലാണ്ട് ചൂടല്ല. ഇതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുക. അതായത് നമ്മൾ വീടിന്റെ ഉള്ളിൽ AC വെക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും കംപ്രസർ വർക്ക് ചെയ്യും. ശരിയല്ലേ? ഇപ്പോഴത്തെ ചൂടില് ഇതിന് താഴെ AC ഇല്ലാത്ത റൂം നമുക്കൊന്ന് കാണുകയും ഉറപ്പായിട്ടും കാണാം. AC ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും കംപ്രസർ വർക്ക് ചെയ്യും. ഈ കംപ്രസർ വർക്ക് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും കറണ്ട് വലിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഒരു 3 മാസത്തെ കറണ്ട് ബില്ല് അധികം വരേണ്ടതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് അടിക്കാം. അപ്പൊ ആ കറണ്ട് ചാർജിന്റെ പൈസ മതി ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചടിക്കാനായിട്ട്. തന്നെയല്ല, 4 വർഷം വാറണ്ടി. ഇന്നലെയൊക്കെ പേപ്പറിൽ കണ്ടില്ലേ, 40 ഡിഗ്രി വരെയാണ് കേരളത്തിൽ ചൂട് വരുന്നത്. ഒരാൾക്ക് നിൽക്കാൻ തുടങ്ങിയതല്ലോ ചൂട്. അതെ, ഇനിയും കിടക്കും ഒരു 3-4 മാസം. ഇപ്പൊ എത്ര നേരമായി സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുന്നു? ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഇതുപോലൊരു ടെറസിന്റെ മുകളിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെ നടക്കുന്ന കാര്യമല്ല. അല്ല, 100% നമുക്ക് പറയാൻ പറ്റും. ആർക്ക് എന്തുണ്ടെങ്കിലും ഇത് പ്രൂവൺ ടെക്നോളജിയാണ്. സ്വിറ്റ്സർലൻഡിന്റെ പ്രൂവൺ ടെക്നോളജിയാണ്. വെറും 20 രൂപ ഒരു സ്ക്വയർ ഫീറ്റ് അടിക്കാൻ വെറും 20 രൂപയുള്ളൂ. ഇതിന്റെ ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശ്രദ്ധിച്ച് ചെയ്യണം. ആർക്കും ചെയ്യാം. ഒരു പെയിന്റർ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലത്. നമുക്കത് ചെയ്യുന്ന നേരിട്ട് കണ്ടാലോ? ഉറപ്പായിട്ടും ഞാൻ കാണിച്ചു. മ്യൂളേഷൻ കണ്ടു. റൂമിലേക്ക് എത്തുന്നത് ഇവിടെ ഇതിന് മുകളിൽ ടെറസില് ജിപ്സം ബോർഡ് ഒന്നുമില്ല. നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. ഫാനും ഇല്ല, AC ഒന്നുമില്ല.
ചേച്ചി പേരെന്തുവായിരുന്നു? മീര. ശരിക്കും ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. ചൂടായിരുന്നു. ഈ പ്രോഡക്റ്റ് വന്നതിന് ശേഷം നല്ല ഒരു കൂളിംഗ് ഉണ്ട്. ഇവിടെ AC ഒന്നുമില്ല, ഫാനില്ലെങ്കിലും ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ ചൂട് എത്ര കൂടുതലാണെന്നുള്ളത്. ഈ മൂന്നാമത്തെ നിലയിൽ ഇപ്പം ഈ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്ന ഈ റൂമിൽ ചൂടില്ല. ഇതൊരു പുതിയ സൈറ്റ് ആണ്, കൊച്ചിയിലുള്ള ഒരു പുതിയ സൈറ്റ് ആണ്. ഇതിന്റെ അപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. ഇതിന്റെ ഫസ്റ്റ് അപ്ലിക്കേഷനിൽ ഇതുപോലെ ക്ലീൻ ചെയ്യണം, നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഫസ്റ്റ് കോട്ട് പ്രൈമർ കോട്ടാണ്. എത്ര ലിറ്റർ ആണോ നമ്മൾ കൂൾ കോട്ട് എടുക്കുന്നത് അത്ര ലിറ്റർ തന്നെ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് അത് ഫസ്റ്റ് കോട്ട് ഇപ്പൊ നമ്മൾ ഹൊറിസോണ്ടലാണ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് പാരഫെറ്റ് ഉൾപ്പെടെ ഇവിടെ ചൂടടിച്ചാലും ഇതിന്റെ ഉള്ളിൽ കൂടെ കമ്പിയും മണലും ഒക്കെ ചൂട് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് അടിയിലേക്ക് ഇറങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടം തൊട്ട് തന്നെ അടിക്കണം എന്ന് പറയുന്നത്. കവർ ചെയ്ത്, അതായത് ഇവിടം തൊട്ട് മൊത്തമായിട്ട് ഫസ്റ്റ് നമ്മൾ പ്രൈമർ അടിക്കും. പ്രൈമർ കോട്ട് അടിച്ച് 8 മണിക്കൂറിന് ശേഷം, ഏറ്റവും ചുരുങ്ങിയത് 8 മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ കോട്ടിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അത് ആദ്യത്തെ കോട്ട് നമ്മൾ ആദ്യത്തെ കോട്ടെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളമാണെങ്കിൽ 1 ലിറ്റർ കൂൾ കോട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് 5 ലിറ്റർ ആണ്, ഏതാണോ അതിന്റെ അത്ര തന്നെ. രണ്ടാമത്തെ കോട്ടിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. അത് നമ്മൾ ആദ്യത്തെ കോട്ട് വെർട്ടിക്കലാണ് അടിച്ചതെന്ന് വെച്ചാൽ രണ്ടാമത്തെ കോട്ട് ഹൊറിസോണ്ടൽ അടിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും 8 മണിക്കൂർ കഴിയണം. നമുക്കത് ചെയ്ത് കാണാം. ഉറപ്പായിട്ടും ഈ രണ്ടാമത്തെ കോട്ട് കൂടി കഴിഞ്ഞതിന് ശേഷം 8 മണിക്കൂറിന് ശേഷമാണ് മൂന്നാമത്തെ കോട്ട് അടിക്കേണ്ടത്. അത് ഹൊറിസോണ്ടൽ അടിക്കണം. നമസ്കാരം ചേട്ടാ. പേരെന്തുവായിരുന്നു? ലിജു. ശരിക്കും എങ്ങനെയാ ഇത് ഉപയോഗിക്കേണ്ടത്? ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടിക്കുന്ന പ്രൈമറി കോട്ടാണ്. ജസ്റ്റ് 1:1 റേഷ്യോയിലാണ് ഫസ്റ്റ് കോട്ട് അടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ പെയിന്റ്. യെസ്. അപ്പോൾ അങ്ങനെ 1:1 റേഷ്യോയിൽ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കോട്ട് ഡയറക്റ്റ് ആണ്, അതായത് വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് ഹൊറിസോണ്ടലാണെങ്കിൽ ഫസ്റ്റ് കോട്ട് ഇങ്ങനെ അടിക്കുവാണെങ്കിൽ സെക്കൻഡ് കോട്ട് തിരിച്ചടിക്കണം. ഓപ്പോസിറ്റ് അടിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അടിക്കണം. മൂന്നാമത്തെ കോട്ടും തിരിച്ചടിക്കണം. നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ചേട്ടൻ ഇപ്പൊ കുറെ സൈറ്റ് ചെയ്തല്ലോ. ഈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തോ അഭിപ്രായം? നിലവിൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിന് കെമിക്കൽ റിയാക്ഷൻസ് കുറവാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് നമുക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് കൈമയാവുക, അല്ലെങ്കിൽ സ്മെല്ലിന്റെ കേസിലാണ് പ്രത്യേകിച്ച് ടിന്ന് തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെയിന്റിന്റെ സ്മെല്ല് പെട്ടെന്ന് നമുക്ക് ഈ അലർജി ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ആ കെമിക്കൽ റിയാക്ഷൻ ഭയങ്കര കുറവാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അടിച്ച് കഴിഞ്ഞ് നല്ലോണം ഏരിയ ഇടുന്നുണ്ട്. നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ കോസ്റ്റ് 20 രൂപയിൽ താഴെ നിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ട് നിൽക്കും മെറ്റീരിയൽ കോസ്റ്റ് ഇട്ടാ. അപ്പൊ അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. സാധാരണ പെയിന്റിനെക്കാട്ടിലും പൈസ കുറവാണ്. അതാണ് പെയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ ഇടാം. അതായത് ഈ ടോപ്പ് കോട്ടിൽ അടിക്കുന്ന മറ്റുള്ള കമ്പനിയെക്കാളും വെച്ച് നോക്കുമ്പോൾ റേറ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് റെസിസ്റ്റൻസ് ഭയങ്കര ആണ്, നല്ല എഫക്റ്റീവ് ആണ്. ഞാൻ പറയുന്നത് ചേട്ടൻ സംശയം ഉണ്ടെങ്കിൽ അടിച്ച സൈറ്റിൽ ചേട്ടൻ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ, തൊട്ട് നോക്കാം, കിടക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറയുന്നത് ഈ മൗത്തിൽ ഇത് വെച്ച് നോക്കാം, നമുക്ക് ചൂട് എഫക്റ്റീവ് ആവില്ല. ഞാൻ പറയുന്നത് ഈ സമയത്ത് കേട്ടാ, ഇതിപ്പോ നമ്മൾ 20ാമത്തെ നിലയുടെ മുകളിലാണ്. അപ്പൊ ഈ 20ാം നിലയുടെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. ഉറപ്പായും നമുക്ക് ഇത് കിടക്കാൻ പറ്റും 100%. അപ്പൊ അത് അത്ര എഫക്റ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർക്കയ്ക്ക് കോൺക്രീറ്റിന് നല്ലതാണ്. അതായത് ക്രാക്ക് വരില്ല. കൂള് എന്ന് പറയുന്നത് റൂം തണുപ്പിക്കും എന്നല്ലാടാ ഞാൻ പറയുന്നത്. ഈ ഹീറ്റ് ആവുന്നത് കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒഴിവാകും. നമ്മളിപ്പോ സീലിംഗ് ചൂടായി കിടക്കുകയാണെങ്കിൽ ഫാൻ ഇടുമ്പോൾ എന്തായിരിക്കും, ഈ കാറ്റായിരിക്കും അടിയിലേക്ക്. അതുണ്ടാവില്ല. നമ്മുടെ ഈ പ്രോഡക്റ്റ് ടെറസിലല്ലാതെ വേറെ എവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? എല്ലായിടത്തും ഉപയോഗിക്കാം. ടെറസിലാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്, പക്ഷെ ആൾക്കാർക്ക് പലതും അറിയില്ല. ഇത് ആസ്ബറ്റോസ് ഷീറ്റിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാധാരണ നമ്മൾ റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റില് അവിടെ ഉപയോഗിക്കാം. പിന്നെ ഡയറക്റ്റ് ചുമരുണ്ടല്ലോ, വെയിലടിക്കുന്ന ചുമര്, ഇതിന്റെ ഉള്ളിൽ കൂടി നേരത്തെ പറഞ്ഞ പോലെ ചൂട് ഉള്ളിലേക്ക് കയറും. ഈ ചുമരിൽ അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്കുള്ള ചൂടിന്റെ റിഫ്ലക്ഷൻ കുറയും, റേഡിയേഷൻ കുറയും. അതുകൊണ്ട് തന്നെ വീടിന്റെ ഉള്ളിൽ ചൂട് ഭയങ്കരമായിട്ട് കുറയും. പക്ഷെ ആ ഒരൊറ്റ കണ്ടീഷൻ, കളർ മാറ്റി അടിക്കരുത്, വെള്ള കളറിൽ തന്നെ അടിക്കണം. അങ്ങനെ അടിക്കാവുള്ളത്. നമുക്കിപ്പോ എവിടെ കിട്ടുന്നത്? കേരളത്തിൽ എല്ലായിടത്തും നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. കേരള പെയിന്റ്സിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് എല്ലാ ജില്ലകളിലും ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം ഡെലിവറിയും കിട്ടും, കൊറിയർ വേണ്ടവർക്ക് കൊറിയറും കിട്ടും. ഇനി ഷോപ്പിൽ വന്നാലും നേരിട്ട് എടുക്കാം. ഇതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യണം. ആദ്യം കഴുകി വൃത്തിയാക്കിയ ശേഷമാണ്. അതും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് കഴുകി വരുന്നുള്ളൂ. അതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കഴുകിയതിന് ശേഷമാണ് ഈ 3 അപ്ലിക്കേഷനും ചെയ്യേണ്ടത്.